ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ശാന്തമായ സമയത്ത് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പലവിധമായിട്ടുള്ള ആചാര അനുഷ്ഠാന മതബഹുലമായ ഈ സമൂഹത്തിൽ കർത്താവേ യഥാർത്ഥമായിട്ടുള്ളൊരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ ദൗത്യത്തെ ഏറ്റെടുക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അതിനായിട്ട് കർത്താവ് വിശുദ്ധ ആരാധന ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ജ്ഞാനകീർത്തനങ്ങളിൽ 304 കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സ്റ്റാൻസ നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 304 ആദ്യത്തെയും അവസാനത്തെയും സ്റ്റാൻസ.
ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാമത്തെ ക്രമം നമുക്ക് ഉപയോഗിക്കാം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്നെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ചേർന്ന് ചെല്ലാം. എൻ്റെ പാറയെ, എൻ്റെ വീണ്ടെടുപ്പാനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിങ്ങൾക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ കുറവുകളെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപ ഹൃദയത്തോടും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിൻ്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ
അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവിൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 67-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യം ഉപയോഗിക്കാം. സങ്കീർത്തനം 67. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യമക്കളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ, കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനന്യാവും അസ്രിയാവും മീശാലുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗ്ഗമണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീനെ മഹോന്നതനും ആകുന്നുവല്ലോ. സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമാവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു.
ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ശിമിയോൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമേ ഉപയോഗിക്കാം. ശിമിയോൻ്റെ പാട്ട്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും നീ പ്രകാരം തന്നെ. ആമീൻ. പെന്തക്കോസ്തിന് പിൻപ് 13-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. വിശ്വാസബഹുലതയിൽ ക്രിസ്തീയ സാന്നിധ്യം. ലോകത്തിൻ്റെ ദീപനരസമായി ഞങ്ങളെ നിയോഗിച്ച് വിതയ്ക്കുന്നവനും വളരുമാറാക്കുന്നവനുമായ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്ന ആരെയും നിരസിക്കാത്ത തിരുഹിതമാരായുവാൻ സഹായിക്കണമേ. ബഹുവിശ്വാസങ്ങളുള്ള ജനങ്ങളുടെ മധ്യേയുള്ള ഞങ്ങളുടെ സാന്നിധ്യം കളങ്കരഹിതമായിരിക്കുന്നതിനും ദീപനരസം പോലെ വിശ്വാസങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനും കൃപ ചെയ്യണമേ. വിശ്വാസബഹുലതയുടെ പൂർത്തീകരണവും ആശ്രയവും അഭയവും നിന്നിൽ കണ്ടെത്തി സകല ജനങ്ങളും നിന്നിൽ ആനന്ദിക്കുവാനിടയാകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 400-ാമത്തെ ഗീതത്തിൻ്റെ ആദ്യത്തെയും 3-ാമത്തെയും ചരണം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 400-ൻ്റെ ആദ്യത്തെയും 3-ാമത്തെയും ചരണം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിലേക്ക് ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങ് ആരാധിപ്പാനും ബോധപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനും അവസരത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അല്പസമയം അങ്ങയുടെ പാദപ്പെടുത്തിങ്ങൾ ഈ വചനത്തെ ധ്യാനിപ്പാനായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, മതരഹിതമായ ഒരു സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ദൈവസ്നേഹത്തെ പകർന്നു നൽകിക്കൊണ്ടും ഈ സമൂഹത്തിന് മുമ്പ് വലിയൊരു മാതൃകയും സാക്ഷ്യമുള്ള ജീവിതം കാഴ്ചവെക്കാനും ഞങ്ങളെ അവിടെ ഒരുക്കണം, ഞങ്ങളെ അവിടെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവോട് ഞങ്ങളെ വഴി നടത്തണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ മനോഹരമായ, അതിലേറെ സന്തോഷകരമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2020 ഒട്ടേറെ പ്രതിസന്ധികളുടെയും ഭീതിയുടെയും രോഗവ്യാപനത്തിൻ്റെയും ഒക്കെ മധ്യത്തിലും ഒരു ഓണനാളുകളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഈ നാളുകളിൽ നമ്മളുടെ ആഘോഷങ്ങളും കൂടിച്ചേരലുകളും പുതിയ അർത്ഥങ്ങളും പുതിയ മാനങ്ങളും
നല്ല കാഴ്ചപ്പാടുകൾ നമ്മുടെ ബന്ധങ്ങളിലും നമ്മളുടെ മനസ്സുകളിലും നമ്മുടെ ചിന്തകളിലും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അല്പസമയത്തെ വചനധ്യാനത്തിന് ഇന്ന് സഭയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം വിശ്വാസ ബഹുലതയിൽ ക്രിസ്തീയ സാന്നിധ്യം എന്നുള്ളതാണ്. ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി. 4 വേദഭാഗങ്ങളാണ് അതിനോട് ചേർത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 67-ാം സങ്കീർത്തനവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 31, 32 വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിനും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവുകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു എന്ന് നമ്മളവിടെ വായിക്കും. ഞാൻ ഇന്ന് പ്രാരംഭമായിട്ട് പറഞ്ഞുവല്ലോ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിശ്വാസ ബഹുലതയിൽ ക്രിസ്തീയ സാന്നിധ്യം എന്നുള്ളത്. പലവിധമായ വിശ്വാസ ആചാരങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നൂറുകണക്കിന് മതങ്ങൾ അധിവസിക്കുന്ന ഒരു സമ്പന്നമായ ഒരു ഭാരതം. അതാണല്ലോ നാം വസിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷ മതമായ ഹൈന്ദവ മതം തന്നെ വിശ്വാസ ബഹുലതയുള്ളതാണ്, അല്ലെങ്കിൽ ബാഹുല്യം നിറഞ്ഞതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ സ്വർഗത്തിലും മരണാനന്തരം സൽപ്രവൃത്തി ചെയ്യുന്നവർ സ്വർഗത്തിലും, അല്ലാത്തവർ നൂൽപാല യാത്രയിൽ നേരെ നരകത്തിലും വീഴുമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതം നമ്മുടെ ഭാരതത്തിൽ 2-ാം സ്ഥാനം, ജനസംഖ്യയിൽ 2-ാം സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ പാടെ നിഷേധിക്കുന്ന ബുദ്ധ, ജൈന, സിഖ്, സൗരാഷ്ട്ര മതങ്ങളും നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ളവരും ദൈവ സങ്കല്പമുള്ളവരും, എന്നാൽ അതേപോലെ തന്നെ ഒരു മതവിശ്വാസത്തെ പാടെ നിരാകരിക്കുന്ന എത്തിസ്റ്റ് വിഭാഗത്തിലുള്ളവരും ഉള്ളവരെയും കൊണ്ട് സമ്പന്നമായ ഒരു മതബഹുലമാണ്, ബഹുലത നിറഞ്ഞതാണ് ഭാരതീയ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. പല രീതിയിൽ ഹൈന്ദവ, ഇസ്ലാമിക, ക്രിസ്തീയ, സിഖ്, ജൈന, സിഖ്, സൗരാഷ്ട്ര മതങ്ങൾ, ബുദ്ധ സൗരാഷ്ട്ര മതങ്ങളും ഒപ്പം ഒട്ടനവധിയായിട്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ആൾദൈവ സങ്കല്പങ്ങളും മതവിശ്വാസം നിരാകരിക്കുന്ന എത്തിസ്റ്റ് ചിന്താഗതികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശാലമായ ചിന്താഗതികൾ സമ്പന്നമായ ഒരു രാജ്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം മതബഹുലതകളുള്ള ഒരു സമൂഹത്തിൽ എപ്രകാരമാണ് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ പകരുവാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരമുള്ള ഒരു ജീവിതമാണ്, ഒരു മാതൃകയാണ് നമുക്ക് ഈ സമൂഹത്തിൽ നൽകുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഉത്രാടം നാളിൽ ഓണത്തിൻ്റെ ഒരു വലിയ സന്തോഷം നമ്മൾ പങ്കുവെക്കുമ്പോൾ ഇതൊരു ഐതിഹ്യമാണ് എന്ന് പറയപ്പെടുമ്പോഴും മഹാബലി എന്ന ഒരു രാജാവ് തൻ്റെ പ്രജകളെ കാണുവാനായിട്ട് കടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസ സങ്കല്പം ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചും നമ്മളുടെ ദൈവമായ കർത്താവ്
നമ്മെ സ്വീകരിക്കാനായിട്ട് വീണ്ടും വരും എന്നുള്ള ഒരു കാത്തിരിപ്പ്. അപ്പം ഞാൻ പറഞ്ഞത്, വിശ്വാസങ്ങളിൽ സമാനതകളേറെ ഉണ്ടെങ്കിലും മതബഹുലമായ ഒരു സമൂഹത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസം എപ്രകാരമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അപ്പോൾ 2-3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തീയ സാന്നിധ്യം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ക്രിസ്ത്യൻസ് പ്രസൻസ് ഷുഡ് ബി ആൻ അട്രാക്റ്റീവ് പ്രസൻസ്. എല്ലാവരെയും ആകർഷിക്കുന്നതാവണം ക്രിസ്തീയ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഉപമ പറയുന്നുണ്ട്. അവിടെ കടുകുമണിയെ കുറിച്ച് പറയുന്നു. കടുകുമണിയെ ദൈവരാജ്യത്തോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. കാരണം കഥാവ് നമുക്കറിയാം, ആ 34-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഉപമകളിലൂടെയാണ് സാധാരണ ജനത്തോട് സംസാരിച്ചു. ഉപമകൾ കൂടാതെ കർത്താവ് ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ പാലസ്തീനിയൻ കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ പലസ്തീൻ്റെ ആ നാടിൻ്റെ അടിസ്ഥാനത്തിൽ പുളിച്ച മാവും അല്ലെങ്കിൽ പുളിമാവും കടുകുമണിയും എന്ന് പറയുന്നത് അവിടുത്തെ ജനത്തിന് വളരെ പരിചിതമായിരുന്ന 2 കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒരു കടുകുമണി അത് വളരെ ചെറിയതാണ്. എന്നാൽ അതൊരു മണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ അത് വളർന്ന് 8-10 അടി ഉയരത്തിൽ പന്തലിച്ച് ഒരു ചെറിയ വൃക്ഷമായിട്ട് തീരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വൃക്ഷമായി തീരുമ്പോൾ ആ വൃക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ കൊമ്പുകളുടെയും ആധിക്യം പക്ഷികളെ ആകർഷിക്കുകയും എന്നുള്ളത് മാത്രമല്ല, ആ പക്ഷികൾ ആ മരത്തിലേക്ക് ചേക്കേറുകയും ചെയ്യുക, എന്ന് വെച്ചാൽ അതിൻ്റെ തണലിലേക്ക് ആ പക്ഷികൾ ചേക്കേറുകയും ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കടുകുമണി അവിടെ നമ്മൾ വായിക്കുന്നതും നമ്മൾ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലാണ്. അതായത് അത് വിത്തായിരിക്കുമ്പോൾ അത് ചെറിയൊരു അനുഭവമെങ്കിലും അത് വളരുമ്പോൾ അത് സസ്യങ്ങളിൽ വലിയ ഒരു ഒന്നായിട്ട് മാറുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം അത് കടുകുമണിയോളം ഉള്ളതാണെങ്കിലും അത് വിശ്വാസം അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ ദർശിക്കുമ്പോൾ അത് വിശാലമായ ഒരു അനുഭവമായിട്ട് മാറുകയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഞാനും നിങ്ങളും മതബഹുലമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ഈ വിശ്വാസം ഉൾപ്പെടുന്നവരുടെ എണ്ണത്തിലല്ല പ്രാമുഖ്യം എന്ന് പറയുന്നത്, മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടലുകളിലാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഇന്ന് നമ്മൾ വായിക്കുന്ന 1-ാം പാഠം, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. അവിടെ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകുന്ന അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 4 ചെറുപ്പക്കാർ, ദാനിയേലും അതുപോലെ തന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ചെറുപ്പക്കാരും ദാനിയേലിനോടൊപ്പം പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് വ്യത്യസ്തമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരികയാണ്. എന്നാൽ അവിടെ പറയുന്നുണ്ട്, അവര് ദൈവബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച 4 ചെറുപ്പക്കാരെ കുറിച്ച്. അവരൊരിക്കലും തങ്ങളുടെ വിശ്വാസത്തെ വിട്ടെറിഞ്ഞുകൊണ്ട്, തങ്ങളുടെ പാരമ്പര്യങ്ങളെ വിട്ടെറിഞ്ഞുകൊണ്ട്, തങ്ങൾ ഇതുവരെ ശീലങ്ങളെ വിട്ടെറിഞ്ഞുകൊണ്ട് ഒന്നിനോടും താതാത്മ്യപ്പെടുവാനായിട്ട് അവർ ശ്രമിക്കുകയല്ല, മറിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് വളർത്തപ്പെട്ടത്, ഞങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഒരു വലിയ ഒരു സമൂഹത്തിന് മുമ്പിൽ പ്രഘോഷിക്കുന്ന 4 ചെറുപ്പക്കാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു വേദഭാഗമൊക്കെ അറിയാം. അവരെ ഈ 4 ചെറുപ്പക്കാരെ പരിപാലിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി
അവരുടെ മുമ്പിൽ ഈ 4 ചെറുപ്പക്കാർ തങ്ങളുടെ വലിയ ദർശനം പങ്കുവെക്കുമ്പോൾ അവർ പരീക്ഷിക്കുമ്പോൾ അവരുടെ വിശ്വാസം സത്യമെന്ന് ബോധ്യപ്പെടുകയും ആ 4 ചെറുപ്പക്കാർ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് ഹിതകരമായി പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ 1-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് അവനോട് സംസാരിച്ചാലേ അവരിൽ എല്ലാവരും വെച്ച് ഈ 4 ചെറുപ്പക്കാർക്ക് തുല്യമായി ഒരുത്തിനെയും കണ്ടില്ല എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ദൈവത്തെ സാക്ഷിക്കുന്ന ഒരു അനുഭവത്തിൽ നാം നിലനിൽക്കുമ്പോൾ ഓർക്കുക, ദൈവം നമ്മെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് വിശ്വാസബഹുലമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ കോംപ്രമൈസ് ചെയ്യുകയാണ്, നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് കോംപ്രമൈസ് ചെയ്യുകയല്ല, മറിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ ഒന്ന് പുനർവ്യാഖ്യാനിക്കുവാനായിട്ടോ അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസങ്ങളെ ഒന്ന് പുനരാവിഷ്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശ്വാസബഹുലമായ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മതബഹുലമായ ഒരു സമൂഹത്തിൽ മറ്റ് മതവിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്ന, മറ്റു മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവൃത്തികളിലൂടെയല്ല, മറിച്ച് നമ്മുടെ വിശ്വാസങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തീയ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു നല്ല മാതൃകയുടെ അനുഭവമാണ് ഈ ക്രിസ്തീയ സാന്നിധ്യം എന്നതുകൊണ്ട് സഭ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളായിരിക്കും സമൂഹത്തിൽ എന്നോടൊപ്പം ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് താമസിക്കുന്നത്, എൻ്റെ മുമ്പിൽ താമസിക്കുന്നത് മറ്റൊരു മതവിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ വിശ്വാസത്തെ നാം തള്ളിപ്പറയുകയല്ല, ഹനിക്കുകയല്ല, മറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കടുകുമണിയുടെ അനുഭവം, നമ്മുടെ വിശ്വാസം അത് ചെറിയ വിശ്വാസം, എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വളർന്ന് പന്തലിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു തണലായി മാറുവാൻ, മറ്റുള്ളവർക്ക് അത് ചേക്കേറുവാൻ അഭയ കേന്ദ്രമായി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അർത്ഥവത്തായ ഒരു വിശ്വാസാനുഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിത രീതികളിൽ ഈ ക്രിസ്തീയ വിശ്വാസാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞത്, എനിക്ക് ക്രിസ്തുവിനെ ഏറെ ഇഷ്ടമാണ്, എന്നാൽ ക്രിസ്ത്യാനികളെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എനിക്ക് ക്രിസ്തുവിനെ ഏറെ ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് ക്രിസ്ത്യാനികളെ താല്പര്യമില്ല. കാരണം ക്രിസ്തുവിനെ പിന്തുടരുകയും ഈ ക്രിസ്തുവിനെ വഹിക്കുകയും ചെയ്യുന്നവരാണ് നാം എങ്കിലും പലപ്പോഴും നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആ നല്ല ബോധ്യങ്ങളെ നൽകുവാനായിട്ട്, നല്ല ആ ഒരു ചിന്തകളെ നൽകുവാനായിട്ട്, മാതൃകകളെ നൽകുവാനായിട്ട്, സാക്ഷ്യങ്ങളെ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പോരായ്മ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മതബഹുലമായ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന അനുഭവമായിട്ട് ക്രമീകരിക്കുവാനായിട്ട്, പുനഃക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. 2, ക്രിസ്തീയ സാന്നിധ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കുവാനും വളരുവാനുമുള്ള സാന്നിധ്യമായിട്ട് മാറും. ക്രിസ്ത്യൻസ് പ്രസൻസ് ഷുഡ് ബി എ ലിവിങ് ആൻഡ് ഗ്രോയിങ് പ്രസൻസ്. ക്രിസ്തീയ സാന്നിധ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കുവാനും വളരുവാനുമുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇവിടെ കടുകുമണി ഒരു വലിയ വൃക്ഷമായി തീരുമ്പോൾ അതിലേക്ക് പക്ഷികൾ ചേക്കേറുകയും, നമുക്കറിയാം ഒരു പക്ഷി ഒരു സ്ഥലത്ത് അത് വിശ്രമിക്കുവാനായിട്ട് ചേക്കേറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബോധ്യമുണ്ട്, ഞാൻ ആയിരിക്കുന്ന ഇടം അല്ലെങ്കിൽ ഞാൻ ചേക്കേറുന്ന ഇടം അതെനിക്ക് സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന ഇടമാണെന്ന് ആ പക്ഷിക്ക് ഒരു ബോധ്യമുണ്ടാകും. പലപ്പോഴും ഇന്ന് ആർഷഭാരത സംസ്കാരം അതിൻ്റെ മഹത്വമേറുന്ന ഒരു രാജ്യത്തിൽ പലപ്പോഴും
പലവിധമായ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മതം ആണ് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ അനുഭവമാണ്. മതങ്ങൾ ഒരിക്കലും ജനത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളുടെ വിശ്വാസ ദർശനം വിപുലപ്പെടുന്നത്, വിപുലീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുകൊണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്, വിശാലമായ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്. അപ്പം അവിടെ എല്ലാവർക്കും അഭയം നൽകുന്ന ഒരിടം, എല്ലാവർക്കും ഒരു അഭയസ്ഥാനം ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലെ മക്കളാകുന്ന, അതിൻ്റെ സന്താനങ്ങളാകുന്ന എല്ലാവർക്കും ഇതൊരു അഭയ കേന്ദ്രമാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ സാന്നിധ്യം അല്ലെ ക്രിസ്തീയത ഉള്ള ഒരിടം എന്ന് പറയുന്നത് അത് ഏവർക്കും ഒരു അഭയ കേന്ദ്രമായിട്ട് മാറുവാനിടയായിരിക്കും. ഒരു കടുകുമണി അത് ഒരു വലിയ വൃക്ഷമായി തീരുമ്പോൾ അതിലേക്ക് പക്ഷികളെ ആകർഷിക്കുന്ന, പക്ഷികൾ ചേക്കേറുന്ന ഒരിടം എന്ന് പറയുന്നത് അത് ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അതൊരു അഭയ കേന്ദ്രമായി സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരിടമാണെന്നൊരു ബോധ്യം അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ കടുകുമണിയുടെ അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലേക്ക് ഈ പക്ഷികൾ ചേക്കേറുന്ന അല്ലെങ്കിൽ ഈ വൃക്ഷത്തിൻ്റെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും അഭയമായിട്ട് പക്ഷികൾ ചേക്കേറുന്നത് പോലെ ഇന്ന് സഭയും ഈ സമൂഹത്തിൽ ഒരു വലിയ വൃക്ഷമാണ് എന്ന് നിങ്ങൾ മറന്നുപോകും. ഈ സമൂഹത്തിൽ സഭ ഒരു വലിയ വൃക്ഷമാണ്. ഈ വിശ്വാസം ഈ മണ്ണിൽ വിതയ്ക്കപ്പെട്ട് അത് വളർന്ന് ഒരു വലിയ വൃക്ഷമായി തീർന്നിരിക്കുകയാണ്. ഈ സഭ ഈ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടതാണ്, ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അപ്രകാരം വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു സഭ തീർച്ചയായിട്ടും നമ്മളുടെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പിക്കുന്ന ഇടങ്ങളായിട്ടല്ല, മറിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും വളരുവാനും നമ്മെ സഹായിക്കുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ സഭയും സഭയുടെ ചുറ്റുപാടുകളും മാറുവാനായിട്ട് ഇടയായി തീരണം എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറ്റ് മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ഹനിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ വ്രണപ്പെടുത്തുന്ന സമീപനങ്ങൾ പലപ്പോഴും നമ്മിൽ നിന്ന് കടന്നു വരാറുണ്ട്. തീർച്ചയായിട്ടും അതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയുവാനും ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് രണ്ടാം പാഠമായിട്ട് വായിച്ച അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 9-16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന പത്രോസ് വിശന്ന് ഇരിക്കുന്ന സമയത്ത് പത്രോസിന് മുൻപിലേക്ക് ഒരു താലം ഇറങ്ങി വരികയാണ്. അതിൽ പത്രോസ് നോക്കുമ്പോൾ നികൃഷ്ടമായ ഒട്ടേറെ ജീവികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരു ശബ്ദം കേൾക്കുന്നു, നീ അകത്ത് തിന്നുക എന്ന് പറയുന്ന ശബ്ദം. പത്രോസ് പറഞ്ഞു, പാടില്ല കർത്താവേ, അത് മലിനമാണ് എന്ന് പറഞ്ഞ പത്രോസ്. യേശു കർത്താവ് പറഞ്ഞത് ഞാൻ ശുദ്ധീകരിച്ചതാണ് എന്ന് പത്രോസിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രണ്ടാം പാഠമായിട്ട് വായിക്കുന്ന പുസ്തകപ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, സഭ എന്ന് പറയുന്നത് ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടങ്ങളാണ്. ദൈവം ഈ ലോകത്തിൽ ഒരു ശുദ്ധീകരണ അനുഭവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ കൂടുതൽ വ്യക്തതയുള്ള അനുഭവങ്ങളായിട്ട് മാറും. യോനയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആ വലിയൊരു ദർശനമാണ്. ഒരിക്കലും ദൈവത്തെ നമ്മളുടേതായ ചില ചിന്തകൾക്കുള്ളിൽ, നമ്മുടേതായ ആശയങ്ങൾക്കുള്ളിൽ, നമ്മുടേതായ വിശ്വാസങ്ങൾക്കുള്ളിൽ പരിമിതപ്പെടുത്തുന്ന അനുഭവങ്ങളല്ല. യോനയുടെ ജീവിതത്തിലും യോനയ്ക്കും പറ്റിയ ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. യോന പ്രവാചകന്റെ അതുവരെയുമുള്ള ചിന്താഗതി എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമാണ് എന്നുള്ള ഒരു ചിന്താഗതി, ഇസ്രായേലിന്റെ മാത്രം ദൈവം എന്നുള്ള ഒരു ചിന്താഗതിയായി. എന്നാൽ ആ യോനയുടെ
ആ ചിന്താഗതിയെ തന്നെ ദൈവം മാറ്റിമറിക്കുകയാണ്. ഈ ലോകത്തിലുള്ള 1,00,000-പരം ജനങ്ങളെക്കുറിച്ചും എനിക്ക് ആശങ്കയില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം, ഈ പ്രപഞ്ചത്തെ തന്നെ സ്നേഹിക്കുന്ന, പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ തന്നെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും യോനയുടെ ഒരു വലിയ അനുഭവം അത് തന്നെ ബോധ്യപ്പെടുത്തുന്നു. ഗോഡ് ഓഫ് ഇസ്രായേൽ, ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ എന്നതിന് പകരം ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് യൂണിവേഴ്സൽ ഗോഡ്, അല്ലെങ്കിൽ എന്നുള്ള ഒരു യൂണിവേഴ്സൽ ഗോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ലോകത്തിന് തന്നെ ബോധ്യം നൽകിയത് യോനയുടെ ജീവിതത്തിലെ യോനയുടെ വലിയ വിശ്വാസം തന്നെ ഒന്ന് പുനരാവിഷ്കരിക്കുന്നതിനിടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഒരു മതബഹുലമായ സമൂഹം. ഇവിടെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർ തങ്ങളുടെ മതവിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിൽ മതങ്ങൾ പരസ്പരം ഭിന്നിപ്പിക്കുവാനായിട്ടുള്ള ഇടങ്ങളല്ല, മറിച്ച് അത് ഒരുമിച്ച് വളരുവാനും ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നമുക്കായിരിക്കാനും പ്രകാരം ഒരുമിച്ചായിരിക്കുന്ന അനുഭവങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതങ്ങൾ അത് മറ്റുള്ളവർക്ക് വളരുവാനായിട്ടും ജീവിക്കുവാനായിട്ടുള്ള ഇടങ്ങൾ ഒരുക്കപ്പെടുന്ന ഒരു അനുഭവങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. മൂന്നാമതായിട്ട് ക്രിസ്ത്യൻ പ്രസൻസ് എന്ന് പറയുന്നത് അത് ഒരു രൂപാന്തരം ഉണ്ടാക്കുന്ന സാന്നിധ്യമായിട്ട് മാറും. അതൊരു ട്രാൻസ്ഫോമിങ് പ്രസൻസ് ആയിട്ട് മാറും. ക്രിസ്തീയ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ദൈവരാജ്യത്തെ ഒരു പുളിച്ച മാവിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരാമർശം നമുക്ക് അവിടെ കാണാം. പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ്റ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം. അത് ഗോതമ്പ് മാവിലേക്ക് നാം അതിലേക്ക് ഇടുമ്പോൾ അത് ആന്തരികമായിട്ട് അത് പുളിച്ചു പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ആ ഗോതമ്പ് മാവിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അത് ആ പിണ്ടത്തെ മുഴുവനായിട്ട് അത് പുളിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രക്രിയയാണ് പ്രിയമുള്ളവരെ സഭ എന്ന അനുഭവത്തിൽ നമ്മിലൂടെയും നടത്തപ്പെടുന്നത്. സഭയെ ദൈവം ഈ സമൂഹത്തിലേക്ക് ഒരു പുളിച്ച മാവായിട്ട് നമ്മെ ദൈവമാക്കിയിരിക്കുക. ഈ സമൂഹത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന, ഈ സമൂഹത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ദൈവം എന്നിലൂടെയും നിങ്ങളിലൂടെയും അർത്ഥമാക്കുന്നത് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകും. അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ഒരു അദൃശ്യ സാന്നിധ്യം, എന്നാൽ ഇന്ന് ഒരു ദൃശ്യ സാന്നിധ്യമായിട്ട് ദൈവം നമ്മെ ഈ സമൂഹത്തിലാക്കിയിരിക്കും. അങ്ങനെയെങ്കിൽ ഉന്നത മൂല്യങ്ങളായ ജീവിത വിശുദ്ധിയും സത്യസന്ധതയും സ്നേഹവും കരുതലും കൈമുതലാക്കിക്കൊണ്ട് വ്യത്യസ്തരായിട്ട് ഈ സമൂഹത്തിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ക്രിസ്തു നമ്മെ പഠിപ്പിച്ച മൂല്യങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥമുള്ള അനുഭവമായിട്ട് മാറും. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ ആ നല്ല അനുഭവങ്ങളെ ദർശിക്കുവാനും അനുഭവിക്കുവാനായിട്ടും ഇടയായിട്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിശാല ദർശനത്തിൽ ആരെയും പുറന്തള്ളാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയവിശാലത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും. കാരണം അതൊരു വൃക്ഷം പോലെ വിസ്തൃതമാണ്. എല്ലാ വിശ്വാസ സത്യങ്ങളിലേക്കും ഉന്നത മൂല്യങ്ങളെ സമൂഹം പൊതുസ്വത്തായിട്ട് കരുതുന്ന ഒരു ദർശനം, വിശാലമായ ദർശനമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ ജാതികൾക്ക് പ്രകാശമായിട്ട് വെച്ചിരിക്കുന്നു. I appointed you as the light of the world. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ പ്രകാശമായിട്ട് വെച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ നാം വായിക്കും. പ്രിയമുള്ളവരെ, മതബഹുലമായ ഒരു സമൂഹത്തിലെ ക്രിസ്തീയ സാന്നിധ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ലോകത്തിന് ഒരു പ്രകാശം പകരുന്ന ഒരു സാന്നിധ്യം, ഈ ലോകത്തെ ആകർഷിക്കുന്ന ഒരു സാന്നിധ്യം.
ഈ ലോകത്തിന് വളരുവാനും ജീവിക്കുവാനുമുള്ള ഒരു ഇടങ്ങൾ ഒരുക്കപ്പെടുന്ന ഒരു സാന്നിധ്യം. അതേപോലെ തന്നെ ഈ ലോകത്തിൽ നമ്മളുടെ ജീവിത വിശുദ്ധിയിലൂടെ ഈ ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സാന്നിധ്യം. പ്രിയമുള്ളവരെ, അതാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നാം മനസ്സിലാക്കുന്ന ദൈവരാജ്യ സങ്കല്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിന് അനുഭവക്കാരായും മറ്റുള്ളവരെ അതിന് അനുഭവക്കാരാക്കിയും നമ്മുടെ ദൗത്യങ്ങളെ പൂർണ്ണമാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നമുക്ക് ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ധൈര്യപൂർവ്വം ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു, അവനെ ഞാൻ വിശ്വസിക്കുന്നു. ജനിച്ചു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം പിന്നെയും ഉയർത്തെഴുന്നേറ്റു, അവസരത്തിലേക്ക് കയറി പിതാവായ ദൈവത്തെ വിളിച്ച് ഭാഗത്തിരിക്കുന്നു. അവിടെ ഞാൻ എനിക്കാനിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും ആമോദനത്തിലും ശരീരത്തിലും നിത്യജീവൻ വിശ്വസിക്കുന്നു. ജന്മദിനം ആഘോഷിച്ചവർക്ക് വേണ്ടി, വിവാഹ വാർഷിക സ്തോത്രം ആചരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വളർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സംഗീതമായി കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവരെയും കുടുംബജീവിതത്തിലൂടെ വർഷങ്ങളെ പൂർത്തീകരിച്ചവരെയും ഞങ്ങൾ ദൈവസന്നിധി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവരുടെ ആയുസ്സിൻ്റെ ഒരു വർഷം മുഴുവൻ നിന്റെ മകളെ അവിടുന്ന് സ്നേഹത്തോടെ കാത്തുപരിപാലിച്ച ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അങ്ങ് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പുതിയ ഒരായുസിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കുന്നു. ദൈവാനുഗ്രഹത്തോടും ദൈവകൃപയോടും മുൻപോട്ട് ജീവിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്നതൊക്കെയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ കർത്താവെ, വിശ്വസ്തരായിട്ട് വിശാലമായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉടമകളായിക്കൊണ്ട് ഈ സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ അവരെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തി ജീവിതങ്ങളും പ്രവർത്തന മേഖലകളും കുടുംബജീവിതവും ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. ദൈവമായ കർത്താവേ, ലോകത്തിന്റെ വിവിധയിടങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുന്ന ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം ഓർക്കുന്നത് കർത്താവേ, എല്ലാവരും ഒരുപോലെ അവിടെ അനുഗ്രഹിച്ചായിട്ട് നന്മകളാൽ നിറയ്ക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് നൽകുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവം നമ്മെ നടത്തി അനുഗ്രഹിച്ചു, പരിപാലിച്ചു. എല്ലാ നന്മകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ഒരു ഓണനാളുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. കർത്താവെ, ഓരോ ആഘോഷങ്ങളും മനുഷ്യന്റെ പരസ്പരമുള്ള ഐക്യതയ്ക്കും കൂട്ടായ്മകൾക്കും നല്ല ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു മുഖാന്തരമായി തീരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെയും രോഗവ്യാപനത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ ദൈവമേ, ഞങ്ങൾ ഇപ്രകാരമുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ ദൈവമായ കർത്താവേ, പരിമിതമായ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ എല്ലാ കൂടിവരവുകളും മുഖാന്തരമായി തീരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായിട്ട് നിർവഹിപ്പാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പങ്കാളികൾ, നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഒക്കെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവമേ എല്ലാവരെയും അവിടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ രോഗവ്യാപനം ശക്തമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലയളവിൽ ദൈവമായ കർത്താവേ, ആശങ്കകളേറുന്നു, ഭീതിയേറുന്നു. അവിടുന്ന് ഈ ലോകത്തിന്മേൽ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്തെ ഒന്ന് നീട്ടണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ തന്റെ അകൃത്യങ്ങളെയൊക്കെ വിട്ടെറിഞ്ഞ് ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവിക പാദമെടുത്തെങ്കിലേക്ക് മുഴങ്കാലുകളെ മടക്കുന്ന ഒരു മടങ്ങിപ്പോക്കിന്റെ ഒരു അനുഭവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകി തരണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരു ബോധ്യം ദൈവം അവിടെ നൽകി തന്നില്ല. അതുകൊണ്ട് അനുദിനമുള്ള ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ മറ്റ് രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും വേദനയുമായിരിക്കുന്ന ദൈവസ്ഥലത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലും ഭവനങ്ങളുമായിട്ട് കഷ്ടപ്പെടുകയും ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരെ നമുക്ക് ഓർക്കാം. വിദഗ്ധ ചികിത്സകൾ ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തവർ, ഓപ്പറേഷൻ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, ക്യാൻസർ മുതലായ രോഗങ്ങളുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളായിരിക്കുന്നവർക്ക് നമുക്ക് ദൈവസ്ഥലത്തിൽ ഓർക്കാം. നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ ശാരീരികമായിട്ട് ക്ഷീണത്തിലും ബുദ്ധിമുട്ടുകളുമായിരിക്കുന്ന ദൈവസ്ഥലത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗിക്ക് നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മുടെ മഹായിടവക ഒരുങ്ങുമ്പോൾ സഭയായിട്ട് നമുക്ക് ദൈവത്തോട് നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങളെ ആത്മീയമായി ഞങ്ങളെ നടത്തുവാൻ, നയിക്കുവാൻ ദൈവഹിത പ്രകാരമുള്ള ദൈവിക ആലോചന പ്രകാരമുള്ള ദൈവമേ ഒരു അധ്യക്ഷനെ ഞങ്ങൾക്ക് ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുപ്പും നടപടിക്രമങ്ങളും ഒക്കെ നമുക്ക് ദൈവസ്ഥലത്തിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാം അനുഗ്രഹമായിട്ടും സന്തോഷകരമായി പൂർത്തീകരിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവമാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവമാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം ദൈവമാകെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെന്നും എൻ്റെ ആശ്രയം, കർത്തൃ സേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ല
ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം ഞങ്ങളുടെ മുഴങ്കാലുകളെ മടക്കി ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിച്ച ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്വർഗം കേട്ട് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ദൈവകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. എന്നാൽ കർത്താവേ, സമയത്തിൻ്റെതായ പരിമിതികൾ മൂലം കർത്താവേ എല്ലാം ഞങ്ങൾക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്നതില്ല. എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലകൂടെ അറിഞ്ഞ് ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓരോന്നോരോന്നായി ദൈവമേ അവിടുന്ന് പരിഹരിക്കുകയും മറുപടി നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ചെവികളെ ഓർത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ സമർപ്പിതരായിട്ട് കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. പ്രത്യേകിച്ച് വിടുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സകല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഇന്നാളുകൾ ദൈവം അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തർ ദിവസങ്ങളിൽ ഓർക്കുന്നു. അവിടെ നിന്നായിരിക്കുന്ന ഇടങ്ങൾ ദൈവമേ ഞങ്ങളെല്ലാം അവിടെ അനുഗ്രഹിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ പേരിൽ നാമത്തിൽ തന്നെ പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരായവരോടും സർവ്വശക്തരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായി മോചനത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങനെ ഞങ്ങളെ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനങ്ങളായി ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നാം ദൈവഭാഗം സമർപ്പിച്ച വഴിപാടുകളെ ദൈവഭാഗം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ലദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും അർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 180 ആദ്യത്തെ ചരണം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 180. Sweet
ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, ദൈവമായ കർത്താവേ, ഇന്ന് ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം ഞങ്ങൾ കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൃപയിൽ ബലപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ദൈവമേ ഒരു ആരാധനയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിയതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ പലവിധമായ ആശങ്കകളിലും പ്രയാസങ്ങളിലും ഭീതികളിലുമൊക്കെ ഉഴറി മനം തകർന്നവരാണ് കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പിന്നോട്ട് പോകുന്നവരാണ് കർത്താവേ. എന്നാൽ അങ്ങയുടെ വചനം ഞങ്ങളെ ഉറപ്പിക്കുന്ന പുതിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലും ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങനെയായിരിക്കണം, എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾ നൽകി തന്നുവല്ലോ ദൈവമേ. അപ്രകാരം ഞങ്ങളുടെ സാന്നിധ്യങ്ങൾ ഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നാളുകൾ അതിനെ അപ്രകാരം ഒരുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഓണത്തിൻ്റെ സന്തോഷങ്ങളിൽ ഞങ്ങൾ ഭാഗമായി തീരുമ്പോൾ കർത്താവേ, ഇത് പരസ്പരം ഉള്ള മനുഷ്യബന്ധങ്ങളെ ഒന്ന് ഊട്ടിയുറപ്പിക്കുവാൻ, കർത്താവേ, ഞങ്ങളുടെ പരസ്പരമുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുവാനൊക്കെ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവമായ കർത്താവേ, ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളും രോഗത്തിലും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഓർക്കുന്ന കർത്താവേ, അവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ സ്വർഗീയമായ സൗഖ്യവും സാന്നിധ്യവും മക്കൾക്ക് ഒരു കോട്ടയായും കാവലായും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ സന്തോഷത്തോടെ പറഞ്ഞയക്കണം. ദൈവത്തിന്റെ കൃപയും ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. വിശദീകരിക്കപ്പെടണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരൻ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ ദുഷ്ടങ്ങൾ വിടുവിച്ചോളും. രാജ്യശക്തിയും മഹത്വം ഞങ്ങൾക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ചകളിൽ രാവിലെ 9 മണിക്ക് ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ രോഗഭീതികളെയൊക്കെ വിട്ടുമാറി ഒരുമിച്ച് ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ നാളുകളിൽ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം അനുഗ്രഹത്തോടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.